ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെന്നിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. റിട്ടയർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഭാഷാ സമരാനുസ്മരണം നടത്തി. കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂമിൽ നടന്ന അനുസ്മരണ പരിപാടി RATF സംസ്ഥാന പ്രസിഡന്റ് സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ അറബി പഠിച്ചോണ്ട് ഞങ്ങളൊക്കെ അറബി പഠിച്ച് സമരത്തിലൊക്കെ പങ്കെടുത്ത് ഇതൊക്കെ ഒരുമാതിരി ആക്കി. അപ്പൊ അതിന്റെ പേരിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും. അതിന്റെ പേരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സാദിഖ് മദനി. നിങ്ങൾ ഇത് പഠിക്കുന്നത് നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു ജോലിയോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടി നിങ്ങളുടെ ജീവിതം സുഗമമാക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ തീർച്ചയായും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഏതായിരുന്നാലും ശരി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ലോകത്ത് ഐക്യരാഷ്ട്ര സഭ അംഗീകരിച്ച 6 ഭാഷകളിൽ മികച്ചു നിൽക്കുന്ന ഇംഗ്ലീഷിനോടൊപ്പം ഇടപിടിക്കുന്ന ഈ ഭാഷയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, കൊറിയ എന്ന് പറയുന്ന ഭാഷയുണ്ട്. ലോകത്ത് എത്ര 1000 പേര് സംസാരിക്കുന്നുണ്ട് എന്ന് അതിന് അവസരം കൊടുത്ത ആൾക്കാരോട് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സംസാരിക്കുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കൊറിയൻ ഭാഷ പഠിക്കാൻ പോലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അവസരം നൽകുമ്പോൾ ആഗോള ഭാഷയായ ഐക്യരാഷ്ട്രസഭയിൽ അംഗീകൃത ഭാഷയായ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ഭാഷയ്ക്ക് യാതൊരു അറബി എന്നുള്ള പേര് പോലും അതിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. PA ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അതെ, എന്നെ സംബന്ധിച്ച് ഞാൻ മറക്കില്ല ജീവിതത്തിൽ ഓർമ്മയുള്ളടത്തോളം കാലം ഞാൻ സർവീസിൽ കയറിയ കൊല്ലാണ് 1980. ആ കാലത്താണ് ഈ ഭാഷാ സമരം നടക്കുന്നത്. ബേബി ജോൺ വിദ്യാഭ്യാസ മന്ത്രി, നയനാര് മുഖ്യമന്ത്രി, ഇവരെല്ലാവരും കൂടി കുറച്ച് നിയമങ്ങൾ, പ്രത്യേക നിയമങ്ങൾ, അറബി പഠിക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ ഡിക്ലറേഷൻ എല്ലാ രക്ഷിതാക്കളും എഴുതി കൊടുക്കണം. എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മകള് അറബി ഭാഷ പഠിക്കണം എന്ന്. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനിൽ കുറേ നിയമങ്ങൾ, ഇന്നത് വേണ്ട, ഇന്നത് വേണ്ട. ഞാനൊക്കെ വെല്ലുവിളിച്ചു. SSLC ഇല്ലാത്തതാണ് അറബി അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു സദസ്സിൽ ഞാൻ നിങ്ങൾ ഒരാളെ കാണിച്ചു തന്നാൽ, അന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ SSLC ഇല്ലാത്ത ഒരു അറബി ഉണ്ടായിട്ടുണ്ടാവാം, അതിന് വേറെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഡോക്ടർ KA അബ്ദുൽ ഹസീബ് മദനി മുഖ്യപ്രഭാഷണം നടത്തി. VH ഇസ്ഹാഖ്, MA സാദിഖ്, EK ഇബ്രാഹിംകുട്ടി, മുഹമ്മദ് ഫാറൂഖ്, ഡോക്ടർ അംജദ് അമീൻ സ്വലാഹി, PK അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക.